Hello students, welcome back. This is Devandana from Triple I Commerce Academy. സോ ACCA സ്റ്റുഡൻ്റ് ആയിട്ടുള്ള എല്ലാവരും അവരുടെ സ്കിൽ ലെവൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവൽ എക്സാം പ്രിപ്പറേഷനിൽ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. സോ നമുക്കറിയാം ACCA റീസെൻ്റ്ലി ഇതിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ആ ചേഞ്ചസ്, എങ്ങനെയാണ് നമുക്ക് പുതിയ CB പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ മൈ ACCA അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇവിടെ നമ്മൾ സാധാരണ CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എങ്ങനെ ആക്സസ് ചെയ്യുക, മൈ ക്വാളിഫിക്കേഷനിൽ നമുക്കിവിടെ അതിനുള്ളൊരു ടാബ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ആക്സസ് ചെയ്യാറ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ACCA പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് മൈ ACCA വെച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ അഗ്രി ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഇതൊരു അഗ്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ ഈ ഒരു ടിക്ക് ബോക്സിൽ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കോൺടെസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കോൺടെസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങൾ ACCA സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ACCA നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനത് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്, നമ്മുടെ CB പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അസൈൻ ബൈ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ലേണിംഗ് പ്രൊവൈഡർ ACCA അപ്രൂവ്ഡ് ലേണിംഗ് പ്രൊവൈഡർ ആണെങ്കിൽ, ALP ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സാംസ്, മോക്സ് ഒക്കെ അസൈൻ ചെയ്ത് തരാൻ പറ്റും. സോ നമ്മളുടെ ടീച്ചേഴ്സിന് നമുക്ക് മോക്സ് ഒക്കെ അസൈൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ പുതിയൊരു അപ്ഡേറ്റിൽ ACCA കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ സെൽഫ് അസൈൻഡ് ഉണ്ട്. ഓക്കെ, നമ്മളത് പണ്ട് ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ എക്സാംസ് കാറ്റലോഗിങ് എടുത്തിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ട് അങ്ങനെ സെൽഫ് അസൈനിൽ വന്ന് കിടക്കില്ലേ, സോ സെയിം രീതിയിൽ തന്നെ. സോ ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൽഫ് അസൈൻ മെറ്റീരിയൽ ടു പ്രാക്ടീസ് ഫോർ യുവർ എക്സാം. സോ നമുക്ക് ACCA തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പാസ്റ്റ് എക്സാംസ്, സ്പെസിമെൻ, മോക്സ്, പ്രാക്ടീസ് എക്സാംസ് ഒക്കെ ഇവിടെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. സോ നമുക്കൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് എക്സാമിൻ്റെ കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ പെർഫോമൻസ് മാനേജ്മെൻറ്റ് പേപ്പർ എടുക്കാം. അതിൻ്റെ വേരിയൻറ്റ് സെലക്ട് ചെയ്യാം. വേരിയൻറ്റ് നോ വേരിയൻ്റ് ആണ്. ആൻഡ് എക്സാം ടൈപ്പ് നമുക്കിപ്പോൾ പ്രാക്ടീസ് എക്സാം എടുക്കാം. ഓക്കെ, സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 പ്രാക്ടീസ് എക്സാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ സ്കിൽ ലെവൽ പേപ്പേഴ്സിൽ ടാക്സ് ഒഴിച്ച് ബാക്കി എല്ലാ പേപ്പറും നോ വേരിയൻ്റ് ആണ്. ആൻഡ് ടാക്സ് മാത്രം UK വേരിയൻ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രാക്ടീസ് എക്സാം ഒരെണ്ണം അസൈൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, സോ ഇവിടെ അസൈൻ ചെയ്യുമ്പോഴത്തേക്കും താഴെ ഒരു കൺഫർമേഷൻ ആയിട്ട് അസൈൻഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള എക്സാംസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ അസൈൻ ചെയ്തിട്ടുള്ള PMൻ്റെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പേപ്പർ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഒരു പേപ്പർ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, യെസ്. സോ ഇതുവരെ ഇൻ്റർഫേസിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നല്ലാണ്ട് അഡീഷണലി വന്നിട്ടുള്ള ആകെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ട്യൂട്ടേഴ്സിന് നമുക്ക് എക്സാംസ് അസൈൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ACCA ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എക്സാമിൻ്റെ വിൻഡോയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇല്ല, ഇതൊക്കെ നമ്മൾ സാധാരണ CB പ്ലാറ്റ്ഫോമിൽ എക്സാം എടുക്കുമ്പോൾ കാണിക്കുന്നത് തന്നെയാണ്. ഓക്കെ, കുറച്ച് ഗൈഡൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിവിടെ എക്സാമിൻ്റെ സമ്മറി തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റാർട്ട് കൊടുക്കാം. ഇതുവരെ നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല. ഈ ഒരു എക്സാം എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം നമ്മൾ പഴയ CB പ്ലാറ്റ്ഫോമിൽ നമ്മൾ എക്സാം എടുക്കുമ്പോൾ വരുന്ന സംഭവങ്ങൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓക്കെ നമ്മുടെ സെക്ഷൻ A ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, സെയിം അതുപോലെ തന്നെയാണുള്ളത്.
ഓക്കെ, യെസ്. നമുക്ക് സെക്ഷൻ ബി ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഇല്ല, സെയിം വേ, നോ ചേഞ്ചസ്. സെക്ഷൻ സിയിൽ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, സെക്ഷൻ സിയിലാണെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. നമ്മളുടെ ഒരു വേർഡ് ഫയലൊക്കെ ആണെങ്കിൽ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ടേബിൾ ആഡ് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ട്. നമുക്കിവിടെ എന്താ റോസ് ആഡ് ചെയ്യാനും ആൻഡ് റോസ് ഡിലീറ്റ് ചെയ്യാനും കോളംസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ താഴെ തന്നെ തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് കുറച്ചും കൂടെ എക്സാമിൽ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആ ഒരു മാറ്റമാണ് ഈ ഒരു വേർഡിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് എക്സൽ ഷീറ്റ് ഒന്ന് നോക്കാം. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഇല്ല, സെയിം തിങ്. ഇവിടെ ജസ്റ്റ് കളറൊന്നും മാറിയിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സോ നമ്മളുടെ എക്സാം CBE എക്സാംസിൻ്റെ ഇൻ്റർഫേസ് ഒന്നും മാറിയിട്ടില്ല. ജസ്റ്റ് ആ ഒരു പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസിൽ കുറച്ച് മാറ്റം വന്നിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് എക്സാം എൻഡ് ആകുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കും. നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കംപ്ലീറ്റ് എന്ന് കാണിക്കും. ആൻഡ് നമ്മൾ എടുത്ത് നോക്കാത്ത ക്വസ്റ്റ്യൻസിനെ അൺസീൻ എന്നും ആൻഡ് നമ്മൾ എടുത്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിനെ ഇൻകംപ്ലീറ്റ് എന്നും കാണിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ പഴയ CBE പ്ലാറ്റ്ഫോമിലുള്ള പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, സോ നമുക്ക് എക്സാം ഒന്ന് എൻഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ എക്സാം ഇപ്പോൾ എൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പേജ് ക്ലോസ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളുടെ മാർക്കിങ്ങിലും നമ്മളുടെ റിസൾട്ടിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. സോ ഈ ഒരു പേജ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ടാബ് ക്ലോസ് ചെയ്താൽ മതി. ആൻഡ് ദെൻ നമുക്കിവിടെ റെസ്യൂം എന്ന് മാറിയിട്ട്, ഓക്കെ, നമ്മുടെ എക്സാം സ്റ്റാർട്ട് എന്നായിരുന്നു അല്ലെങ്കിൽ റെസ്യൂം എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ള എക്സാമിന് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. മാർക്ക് എക്സാം തന്നിട്ടുണ്ട്. സോ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്. യെസ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കിങ്ങിൻ്റെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ടെന്നുണ്ട്. ആൻഡ് ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യൻസിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ്ലി നമുക്കിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ചിലപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ മാർക്ക് നമുക്ക് നോക്കാം. നമ്മൾ പണ്ടത്തെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലായിരുന്നെങ്കിൽ നമുക്ക് പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ഓരോന്ന് കഴിഞ്ഞിട്ട് വേണമായിരുന്നു നോക്കാനായിട്ട്. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ജമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ പുതിയ അപ്ഡേറ്റിൽ ACCA കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഗുഡ്. സോ ഇവിടെ ഷോ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇതിൻ്റെ ആൻസറും കറക്റ്റ് ആൻസറും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കിംഗ് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിലവിൽ ഇത് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. സോ കംപ്ലീറ്റ് ആയിട്ട് വരാൻ നേരത്തെ ഇവിടെ മാർക്കിംഗ് ഗൈഡൻസിൽ നമുക്ക് ഓരോ പോയിന്റും എത്ര മാർക്ക് വെച്ചിട്ടാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ സാമ്പിൾ ആൻസറും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, അത് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓവറോൾ എന്തെങ്കിലും കമൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതിന് കൊടുക്കാം. എന്താണ് നമ്മളുടെ തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കിവിടെ കമൻറ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്കൊരു സെക്ഷൻ സിയിൽ എങ്ങനെ മാർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. നമ്മുടെ സെൽഫ് മാർക്കിംഗ് എങ്ങനെയായിരിക്കണം നോക്കാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പം നമുക്കിവിടെ ഇവിടെ ഞാൻ ആൻസർ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സപ്പോസ് ഇവിടെ ആൻസർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ ടിക്ക് മാർക്കിംഗ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം നമ്മൾ പെൻ ആൻഡ് പേപ്പറിൽ നമ്മൾ എക്സാം എഴുതാൻ നേരത്തെ നമ്മൾ ടിക്ക് ചെയ്തിട്ട് അവിടെ മാർക്ക് റൈറ്റ് ചെയ്യില്ലേ? സോ അതേ രീതിയിൽ തന്നെ നമുക്ക് പേപ്പർ വാരിയേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഏത് സബ്സെക്ഷനാണോ ആൻസർ ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, സോ ഞാനിവിടെ ആൻസർ A ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. A ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ മാർക്ക് കൊടുക്കാം. ഇപ്പോൾ ടിക്ക് ഓപ്ഷനാണ് ഞാൻ എനേബിൾ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്കിപ്പോൾ ഇപ്പം എനിക്ക് 1 മാർക്കാണ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ 1ൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആൻസർ ഫിഗറിൻ്റെ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ 1 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ എനിക്കിപ്പോൾ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ 2 മാർക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 2ൽ ക്ലിക്ക് ചെയ്തിട്ട് ആൻസറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ആൻസർ നമുക്ക് തെറ്റിപ്പോയി, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് തെറ്റിപ്പോയി വിചാരിക്കുക. സോ 0 മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ റോങ് ആണെന്നുള്ള രീതിയിൽ കാണിക്കും. ആൻഡ് നമുക്കിനി 3 മാർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സോ 3 മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊടുക്കാം.
ഓക്കെ, ഇവിടെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 6 ആണ്. സോ നമ്മൾ ഇനി സെലക്ട് ചെയ്തിട്ട് നമ്മൾ മാർക്ക് അലോക്കേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ദ സ്കോർ കനോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി മാക്സിമം മാർക്ക്. സോ നമുക്ക് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 6 ആണ്, അതിൽ കൂടുതൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് നിങ്ങൾ ഇത് കൂടാണ്ട് ഇവിടെ അഡീഷണലി 3 ഓപ്ഷൻസ് കൂടെ കാണുന്നുണ്ട്, മാത്സ്, PG ആൻഡ് OFR. സോ ഇതെന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സോ ഈ 3 ഓപ്ഷൻ നമ്മൾ സെൽഫ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ മാത്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മാക്സിമം സ്കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ആൻസർ നമ്മൾ ഈ ഒരു 32A സബ്സെക്ഷനിൽ നമ്മൾ കംപ്ലീറ്റ്ലി 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാം. സോ നമ്മളവിടെ മാത്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. സോ നമ്മൾ മാക്സിമം മാർക്കും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഓപ്ഷൻ പോയിന്റ്സ് ഓൾറെഡി ഗിവൻ, PAG. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഓൾറെഡി വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും സബ്സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഞാൻ നമുക്കിത് ക്ലിക്ക് ചെയ്യാം. ആൻഡ് OFR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ഫിഗർ റൂൾ. നമ്മളിപ്പോൾ ഒരു ആൻസർ കണ്ടുപിടിച്ചു. സോ നമുക്ക് ക്ലറിക്കൽ എറേഴ്സ് പറ്റിയിട്ടുണ്ട്, നമ്മളുടെ ആൻസർ തെറ്റിയിട്ടുണ്ട്. സോ ആ ഒരു തെറ്റായ ആൻസറിൽ നിന്നാണ് നമ്മൾ പിന്നീടുള്ള കാൽക്കുലേഷൻ എല്ലാം ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ വരുമ്പോഴും നമുക്ക് സ്റ്റിൽ നമുക്കിവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് OFR യൂസ് ചെയ്യാം. സോ അതാണ് ഈ ഒരു 3 ടേംസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമുക്കിവിടെ പുതിയതായിട്ട് എന്തൊക്കെയാണുള്ളത്? ഓക്കെ, നമുക്കിവിടെ കമൻറ്റ് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ഈ ഒരു ആൻസറിൽ എന്തെങ്കിലും കമൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു കമൻറ്റ് നമുക്ക് ആ ഒരു ആൻസറിനെ പറ്റി സ്പെസിഫിക്കലി പറയാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമൻറ്റ് അവിടെ കൊടുക്കാം. ആൻഡ് ഈ ഒരു കമൻറ്റ് അവിടെ കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ കമൻറ്റ് റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിൽ സെലക്ട് ചെയ്താൽ മതി, റിമൂവ് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. സോ നമ്മളിപ്പോൾ എക്സലിന് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ള, നമുക്കിവിടെ ഓവറോൾ മാർക്കേഴ്സ് കമൻറ്റ് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്കൊരു വേർഡ് ഫയലിലും ഇതുപോലെ തന്നെ ഈ ഒരു ടിക്ക് മാർക്കിങ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഫിഗർ എന്ന് വിചാരിക്കുക, അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. 1 മാർക്ക് ആണെങ്കിൽ നമുക്ക് ആ ഒരു 1 മാർക്ക് ഇവിടെ കൊടുക്കാം. ആൻഡ് 0 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ അതിന് 0 മാർക്ക് കൊടുക്കാം. സോ നമ്മൾ അങ്ങനെയും നമ്മൾ വേർഡ് ഫയൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സിന് നമുക്ക് ടിക്ക് മാർക്കിങ് യൂസ് ചെയ്തിട്ട് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. സോ അതാണ് നമ്മളുടെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നമ്മൾ മാർക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കംപ്ലീറ്റ് മാർക്കിംഗ് കൊടുക്കാം. സോ വൺസ് നിങ്ങൾ കംപ്ലീറ്റ് മാർക്കിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, കൺഫേം ചെയ്യാം. ഓക്കെ. സോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള എക്സാമിന് പിന്നീട് നമ്മൾ ഫീഡ്ബാക്ക് കാണിക്കാൻ പറയുന്നുണ്ട്. ഷോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കതൊന്ന് നോക്കാം എന്താണ്. സോ ഒരു സമ്മറിയാണ്, ക്വസ്റ്റ്യൻ സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓവറോൾ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കും. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും പോസിബിൾ ആയിട്ടുള്ള മാർക്ക്, മാക്സിമം എത്ര മാർക്ക് കിട്ടും, അതിൽ നമ്മൾ എത്ര സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കാണിക്കും. സോ ഒന്നും കൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. നമ്മളുടെ ആ ഒരു മാർക്കിംഗ് ഫ്രെയിമിലേക്കാണ് നമ്മൾ പിന്നീട് ചെല്ലുക. പക്ഷെ നമുക്ക് പിന്നീട് മാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് ഒന്നും കൂടെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇവിടെ നമുക്ക് സമ്മറി തന്നിട്ടുണ്ട്. ഈ ഒരു സിലബസിൻ്റെ സമ്മറി നമുക്ക് സെക്ഷൻ എയിൽ നമ്മൾ എത്രയാണ് മാക്സിമം സ്കോർ ചെയ്തിട്ടുള്ളത്, സെക്ഷൻ ബിയിൽ നമ്മൾ എത്രയാണ് മാക്സിമം സ്കോർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എന്തെങ്കിലും കമൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഇവിടെ തന്നെയാണ് കൊടുക്കാറ്. ഇപ്പം ഞാൻ കമൻറ്റ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ, CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. മോറോവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർഫേസിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുള്ളൂ എന്നല്ലാണ്ട് നമുക്ക് ട്യൂട്ടേഴ്സിന് അസൈൻ ചെയ്ത് തരാൻ പറ്റും. നമ്മുടെ ട്യൂട്ടേഴ്സിന് മോക്സും എക്സാംസും ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി അസൈൻ ചെയ്ത് തരാൻ വേണ്ടി പറ്റും. ആൻഡ് അവർക്ക് തന്നെ അത് മാർക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്കും അവർക്ക് തരാൻ പറ്റും. ആൻഡ് നമ്മുടെ മാർക്കിംഗ് ഇൻ്റർഫേസിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമ്മളുടെ CBE പ്ലാറ്റ്ഫോമിലെ ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി. സോ താങ്ക് യു.